ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുംതോറും മുന്നണികൾ മാറി മാറി ഭരിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ രീതി. എന്നാൽ 2016 മുതൽ ആ രീതിക്ക് മാറ്റം വന്നു. 2016 മുതലാണെന്ന് പറയാൻ കഴിയില്ല. പ്രത്യക്ഷമായി 2021 മുതലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു തുടങ്ങിയത്. 2016 ഭരണത്തിലേറിയ ഒന്നാം പിണറായി മന്ത്രിസഭ 2021 തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചപ്പോൾ അവരെ കാത്തിരുന്നത് തുടർഭരണമായിരുന്നു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തി. മാറ്റഭരണം എന്ന പ്രക്രിയയിൽ നിന്നും തുടർഭരണം എന്ന രീതിയിലേക്ക് കേരളം സഞ്ചരിച്ചു തുടങ്ങിയത് കാണാൻ കഴിഞ്ഞത് 2021 മുതലാണ്. എന്നാൽ എപ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷം ശക്തിയാർജിക്കുകയും ഐക്യജനാധിപത്യ മുന്നണി, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിന്നിലേക്ക് പോവുകയും ചെയ്തത്? സത്യം പറഞ്ഞാൽ അത് 2006 മുതലാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDFനെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിലെത്തി. LDF 98 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിക്ക് 42 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. BJP നേതൃത്വം നൽകുന്ന മൂന്നാം മുന്നണിയായ NDAക്ക് ആ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിച്ചില്ല. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ പതനം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും വെറും 4 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് അധികാര കൈമാറ്റം നടന്നത്. അന്ന് UDFന് ലഭിച്ച സീറ്റുകൾ 72 എണ്ണമാണ്. LDFന് ലഭിച്ചത് 68 എണ്ണവും. 2 അല്ലെങ്കിൽ 3 സീറ്റുകളിൽ ഫലം മറിച്ചായിരുന്നു എങ്കിൽ ഭരണവും മറിച്ചാകുമായിരുന്നു. അവിടെ കോൺഗ്രസ് അടങ്ങുന്ന UDFനെ ഞെട്ടിച്ചത് മറ്റൊരു സംഗതിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി CPM ആയിരുന്നു. 45 സീറ്റുകളാണ് CPM നേടിയത്. അതേസമയം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് 38 സീറ്റുകളും. എന്നാൽ ആ UDF ഭരണകാലത്ത് നടന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സെൽവരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ UDFന് 5 സീറ്റുകൾ ഭൂരിപക്ഷം ലഭിച്ചു. സെൽവരാജ് ഏത് രീതിയിലാണ് കോൺഗ്രസിലേക്ക് വന്നതെന്നും എന്തൊക്കെ കളികളാണ് അതിന് പിന്നിൽ നടന്നതെന്നുമൊക്കെ പിൽക്കാലത്ത് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ 2011 ഏകപക്ഷീയമായ ഒരു വലിയ വിജയമല്ല UDFന് നേടാനായത് എന്ന് വ്യക്തം. തുടർന്ന് 2016 2021 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF തന്നെ അധികാരത്തിലെത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 2006 മുതൽ LDF കേരള രാഷ്ട്രീയത്തിൽ അധികാരം സ്ഥാപിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും CPM. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുംതോറും കേരളത്തിലെ കോൺഗ്രസ് ചുരുങ്ങി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഭരണം പിടിച്ചെടുക്കുമോ അതോ LDF വീണ്ടും തുടർഭരണം നേടുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനിടയിലാണ് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു സർവേ ഫലം BJPയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF അധികാരത്തിൽ തുടരും എന്ന വിവരങ്ങളാണ് BJPയുടെ സർവേ ഫലത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നത്. ഇക്കഴിഞ്ഞ മാസം BJP കേരളത്തിലൊരു സർവേ നടത്തിയിരുന്നു. അതായത് കേരളത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതായിരുന്നു ആ സർവേയിലൂടെ BJP അറിയാൻ ശ്രമിച്ചത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയായിരുന്നു ഈ സർവേ നടത്തിയത്. ഇക്കാര്യം നമ്മുടെ കലാകൗമുദി മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഈ സർവേ അവർ നടത്തിയത്. എന്നാൽ ഈ സർവേയിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് കേരളത്തിൽ വീണ്ടും, അതായത് മൂന്നാം തവണയും LDF സർക്കാർ തന്നെ ഭരണത്തിൽ വരും എന്ന വിവരങ്ങളാണ് ഈ സർവേയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ റിപ്പോർട്ട് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കയ്യിലെത്തുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. സർവേ ഫലത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ വന്നപ്പോൾ സംസാരിച്ചത്. ഇക്കാര്യം ചില BJP നേതാക്കൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. BJP നടത്തിയ സർവേയിൽ ഭൂരിപക്ഷം ജനങ്ങളും സംസ്ഥാനത്തെ LDF സർക്കാരിന് അനുകൂലമായാണ് പ്രതികരിച്ചത് എന്നാണ് വിവരങ്ങൾ. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ, അതായത് കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആ സർവേയിൽ ചോദിക്കപ്പെട്ടത്.
കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നു മാത്രമല്ല, കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യവും സർവേയിൽ ചോദിക്കപ്പെട്ടിരുന്നു. കേന്ദ്രം കേരളത്തിന് നൽകുന്ന സഹായം കേരളത്തിലെ സർക്കാർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു അത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന സഹായത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാണെന്ന ഉത്തരമാണ് സർവേ ഫലത്തിലൂടെ പുറത്തു വന്നത്. മാത്രമല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള അഭിപ്രായവും ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുമെന്നുള്ള വിവരം BJP കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചത്. ഈ വിവരങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമയത്ത് വേദിയിൽ സംസാരിച്ചത്. കേരളത്തിലേക്ക് ഇനിയും വികസന പ്രവർത്തനങ്ങൾക്കായി പണം നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമാണെന്നും അങ്ങനെ പണം നൽകിയാൽ അത് നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJPയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. BJP കുറച്ചു വർഷങ്ങളായി പ്രാവർത്തികമാക്കുന്ന ഒരു നയമുണ്ട്, കോൺഗ്രസ് ഇതര ഭാരതം എന്ന നയം. കാലങ്ങളായി ഇന്ത്യയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ രാജ്യത്ത് നാമാവശേഷമാക്കുക എന്ന നയമാണ് BJP പിന്തുടർന്നു വരുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധ രീതിയിലുള്ള മുദ്രാവാക്യവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് BJP ഇക്കാര്യത്തിൽ നടത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ മൂന്നാം തവണയും LDF തന്നെ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ നിലവിലെ കോൺഗ്രസ് സംവിധാനത്തിൽ പിളർപ്പുണ്ടാകുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും BJP കരുതുന്നുണ്ട്. എന്നാൽ BJPയുടെ ഈ ലക്ഷ്യത്തെ പ്രതിരോധിക്കുവാനുള്ള ഏതൊരു നടപടികളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത ആ പ്രശ്നവും കോൺഗ്രസിനുള്ളിൽ നിരവധി അസംതൃപ്തരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പാർട്ടി പദവികൾ വീതം വയ്ക്കുന്ന ഒരു പ്രവണത കോൺഗ്രസിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് പാർട്ടിയെ പിന്നോട്ടടിക്കുമെന്നുള്ള അഭിപ്രായവും ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതേസമയം തുടർഭരണം എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് സംസ്ഥാനത്തെ LDF സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പൊതുവെ ദുർബലമാണെന്നും ആ പാർട്ടി ഇപ്പോൾ അസംതൃപ്തരുടെ ഒരു കൂടാരമായി മാറിയിട്ടുണ്ടെന്നും CPM കണക്ക് കൂട്ടുന്നുണ്ട്. അത് മുൻനിർത്തി തന്നെയാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം CPM കേരളത്തിൽ ഇടപെടലുകൾ നടത്താൻ പോകുന്നതും. 2 തവണ തുടർച്ചയായി CPM നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഭരിച്ചതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ എത്തിയേക്കും എന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും 2026 തങ്ങളുടെ അധികാരത്തിലേക്ക് വഴി തുറക്കുമെന്നാണ് UDF കരുതുന്നത്. എന്നാൽ ആ വിശ്വാസത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ LDF ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ തുടക്കമായിരുന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതലത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ ബഹുജന റാലികൾ സംഘടിപ്പിച്ചും അവയിൽ വൻ ബഹുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയുമൊക്കെ LDF സംഘടനാ സംവിധാനം തുറന്നു കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ നിർണായകമായ മറ്റൊരു തീരുമാനം കൂടി LDF ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. LDFിനോട് സഹകരിക്കുന്ന ചെറു പാർട്ടികളെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രവർത്തനവും ഇപ്പോൾ LDF നടത്തും. ASS, നാഷണൽ സെക്യുലർ കോൺഫറൻസ്, RSP ലെനിനിസ്റ്റ്, RSP ലെഫ്റ്റ്, റെഡ് ഫ്ലാഗ്, SP, ഫോർവേഡ് ബ്ലോക്ക് ലെഫ്റ്റ്, നാഷണൽ ലീഗ് തുടങ്ങിയ സംഘടനകളെ LDFിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഉടൻ തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നും 25 കൊല്ലമായി LDFിൻ്റെ ഭാഗമായ RSP ലെനിനിസ്റ്റ് MLA കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം നൽകുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത്. RSPയുടെ പ്രബല കേന്ദ്രമായ കൊല്ലം ജില്ലയിൽ കോവൂർ കുഞ്ഞുമോൻ്റെ മന്ത്രിസ്ഥാനം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നും LDF കരുതുന്നുണ്ട്. മാത്രമല്ല, ഈ നീക്കം മറ്റുള്ള ചെറു പാർട്ടികൾക്ക് പ്രചോദനമാകുമെന്നും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും LDF കരുതുന്നു. 2025 അവസാനം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് LDF വച്ചു പുലർത്തുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന കാര്യം ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ LDF ശുഭപ്രതീക്ഷയിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നത്. അന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായ
രമേശ് ചെന്നിത്തല നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ എല്ലാം അതിജീവിച്ചാണ് രണ്ടാമതും സംസ്ഥാനത്ത് LDF സർക്കാർ ഭരണം പിടിച്ചെടുത്തത്. ഒന്നാം പിണറായി മന്ത്രിസഭയോളം രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് മികച്ച അഭിപ്രായമില്ല എന്ന ഒരു പ്രചരണം നേരത്തെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ആരോഗ്യ മേഖല ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ആരോപണം നേരത്തെ ഉയർത്തിയത്. എന്നാൽ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് LDF. എന്തായാലും KPCC പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കോൺഗ്രസ് നടത്തിയ സർവേയിലും LDFന് അനുകൂലമായിട്ടുള്ള ഒരു വികാരമായിരുന്നു കണ്ടത്. അതിനിടയിലാണ് കേരളത്തിലെ മൂന്നാം മുന്നണിയെ നയിക്കുന്ന BJP നടത്തിയ സർവേയിലും LDFന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന വിവരം പുറത്തു വരുന്നത്. സർവേ റിപ്പോർട്ടുകൾ ശരിവച്ചാൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ആയിരിക്കും നേരിടേണ്ടി വരുന്നത്.